الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ ഒരു മഹാസംഭവമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. റമദാൻ 17 ബദർ ദിനം എന്ന രൂപത്തിൽ നാം അനുസ്മരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളോടൊത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എതിരാളികളോട് നേരിട്ട അടരാടിയ ചരിത്രപ്രസിദ്ധമായ സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് അർത്ഥഗർഭമായ സുപ്രധാനമായ സംഭവമാണ് എന്ന കാര്യവും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ബദറിൽ ഏറ്റുമുട്ടിയ ആ 2 സംഘങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അതിൽ പല പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ ഒരു വിഭാഗം സത്യവിശ്വാസികളുടെ സംഘമാണ്, മറുവിഭാഗം സത്യനിഷേധികളുടെയും സത്യത്തിൻ്റെ എതിരാളികളുടെയും സംഘമാണ്. ഈ എതിരാളികളുടെ സംഘം സത്യവിശ്വാസികളുടെ സംഘത്തിൻ്റെ ഇരട്ടികളായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്തുണ, സഹായം അത് ആർക്കാണോ ലഭിക്കുന്നത്, ആർക്കാണോ അതിനർഹതയുള്ളത്, അവരാണ് വിജയിക്കുകയും നിലനിൽക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിന് ഇനി നിലനിൽപ്പ് വേണോ വേണ്ടേ, ഇങ്ങനെ ഒരു മതം, ഇങ്ങനെ ഒരു ദീന് ഇനി ഭൂമിയിൽ അവശേഷിക്കണോ വേണ്ടേ എന്നത് ഈ സംഭവത്തെ സംബന്ധിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. അതിൽ മുസ്ലിം സമൂഹം പരാജയപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ദീനുൽ ഇസ്ലാം കുറ്റിയറ്റുപോയി എന്നാണ്.
പിന്നീട് ഈ ദീനിന് നിലനിൽപ്പില്ല. അതിൽ മുസ്ലിമീങ്ങൾ വിജയം വരിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ടു പോകാനും ഇസ്ലാമിന്റെ ഈ വെളിച്ചം ലോകത്ത് പരത്തുവാനും പ്രകാശിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ബദർ യുദ്ധത്തിന്റെ ആ രംഗം വളരെ പരിഭ്രാന്തി ഉണ്ടാക്കിയ രംഗമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചയവുമില്ലാത്തതിനാൽ എന്തിനും സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുക ഒരിക്കലും മുസ്ലിം സമൂഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത്രയുമേറെ ശക്തമാണ് ശത്രുക്കളുടെ സൈന്യം. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും സജ്ജീകരണങ്ങളുമൊക്കെ വളരെ മുൻതൂക്കമുള്ളതാണ്. എണ്ണത്തിലും വണ്ണത്തിലും ബലത്തിലും ആയുധത്തിലും ഒന്നും മുസ്ലിമീങ്ങൾ അവർക്ക് കിടനിൽക്കുകയില്ല. അപ്പോൾ ഇത് ഒരു കേവലം വിനോദമായിട്ടോ ഒരു കളിയായിട്ടോ മാത്രമേ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളവും അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അനുഭവപ്പെട്ടിട്ടുള്ളൂ. കാരണം ഞങ്ങളാണ് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത് എന്നും ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നുമുള്ള അഹങ്കാരത്തോടു കൂടിയാണ് അവർ ഈ പടക്കു വേണ്ടി പുറപ്പെട്ടിട്ടുള്ളതും ഈ ബദറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും. അപ്പോൾ ഈ നിർണായകമായ സമരം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ നസ്റക്കല്ലദീ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത നിന്റെ സഹായം ഉണ്ടാവേണമേ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബത ഹുനാ ലാ തുഅബദ്, അല്ലാഹുവേ ഈ ഒരു വിഭാഗത്തെ നീ ഇവിടെ വെച്ച് നശിപ്പിക്കുകയാണ് എങ്കിൽ പിന്നീട് നീ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂല. നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം പിന്നെ ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താണുകേണ് പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഈ ഉഹദിന്റെ രംഗങ്ങളിൽ കാണാം, ഈ ബദറിന്റെ രംഗങ്ങളിൽ കാണാം. അപ്പോൾ ബദർ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമാണ് അല്ലെങ്കിൽ സംഘടനമാണ് ബദർ. മക്കയിൽ നിന്ന് മദീനത്തേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോയത് മക്കയിൽ സ്വൈരമില്ലാത്തത് കൊണ്ടാണ്. അവിടെ ഇസ്ലാം ദീനുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇബാദത്ത് ചെയ്യാനോ അള്ളാഹുവിനെ ആരാധിക്കുവാനോ സ്വന്തം വിശ്വാസങ്ങൾ വെച്ച് പുലർത്താനോ ശിർക്കിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാനോ ഒന്നും അനുവദിക്കാത്ത ഒരു സമൂഹമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്. മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പിന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയായി. കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും സമൂഹത്തിന്റെയും എല്ലാം മർദ്ദനങ്ങളാണ് മുസ്ലിമീങ്ങളെ പിന്നീട് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അതിൽ ബോധ്യം വന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാനോ പോലും അനുവദിക്കാതെ ബലം പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തടയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ 10-12 കൊല്ലം മക്കയിൽ മുസ്ലിം സമൂഹം കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ ഇനി നിൽക്കക്കള്ളി ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില തഖ്ദീറുകൾ, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളും വിധികളുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി തീരുകയും അവർക്ക് ഒരു കര കണ്ടു തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി വരുന്ന മദീനയിലെ ചില സംഘങ്ങളുമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുകയും അവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങളെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സന്ദർശിക്കുമായിരുന്നു. അവരിൽ പ്രധാനികളായ പല ആളുകളും ഉണ്ടായിരിക്കും.
അങ്ങനെയുള്ള പ്രധാനികളായ ആളുകളുടെ സാന്നിധ്യത്തിലൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ തൗഹീദും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മൗലികമായ കാര്യങ്ങളും തന്റെ പ്രവാചകത്വവും ഒക്കെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരുമേനിയെ കൊണ്ടുപോകാനുള്ള ആലോചനകൾ ഉണ്ടാകുന്നതും അവിടെ ചെന്നാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബിയുടെ അനുയായികൾക്കും സംരക്ഷണം നൽകാമെന്നൊക്കെയുള്ള ചില വാക്കുകളും കരാറുകളും സഖ്യങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതും ബൈഅത്തുൽ അഖബ എന്നുള്ള രൂപത്തിൽ അഖബയിൽ വെച്ചുകൊണ്ട് നടന്ന ചില ഉടമ്പടികൾ 1-2 വർഷങ്ങളിൽ തുടരുകയുണ്ടായി. ആദ്യം 10-12 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് 70-ഓളം ആളുകൾ വരുന്ന സംഘങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഈ സംസാരത്തിൽ പങ്കെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പ്ലാനിടുകയും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഇതൊരു നിസ്സാരം കളിയല്ല. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഗോത്രങ്ങളിൽ ഏറ്റവും ഉന്നത ഗോത്രമാണ്. ഏറ്റവും ബലവും ശക്തിയും സൈനിക ശക്തിയുമുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുമായി ഇടച്ചിലുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. മാത്രമല്ല ജാഹിലിയത്തിന്റെ ഒരു കാലഘട്ടമാണ്. എല്ലാവരും ശിർക്കിലും ആ ശിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ ആദർശങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നവരുമാണ്. ഇതിനൊക്കെ വിരുദ്ധമായി ഏകദൈവ വിശ്വാസത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലും വിശ്വസിച്ച് ഒരു കൂട്ടം ആളുകൾ മാറി നിൽക്കുകയും ഇതിന്റെ എതിരായി നിലകൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്തോട് മുഴുവൻ തന്നെ സമരം പ്രഖ്യാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരുടെയും എതിർപ്പുകൾ ഏറ്റുവാങ്ങുക, ഇതാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദർശത്തിൽ അടിയുറച്ച ഒരു തീരുമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള വരും വരായികകൾ എന്തോ ആവട്ടെ അതൊക്കെ ധൈര്യസമേതം നേരിടും എന്നുള്ള ഒരു മനക്കരുത്തില്ലാത്ത ആളുകളൊക്കെ ചിന്തിക്കുക, എന്തിനാണ് വെറുതെ ഈ വയ്യാവേലിക്ക് പോകുന്നത്? ഇങ്ങനെ ഒരാളെ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയും, നല്ല കാര്യങ്ങളായിരിക്കാം, അയാൾ അതുമായി നടക്കട്ടെ എന്ന് നന്നക്കവിഞ്ഞാൽ വെക്കുകയുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഈ ജനങ്ങളോടും സമൂഹങ്ങളോടും ഗോത്രങ്ങളോടും ഒക്കെ ഒന്നാകെ സമരം പ്രഖ്യാപിക്കുകയും അവരുടെ എതിർപ്പ് ഏറ്റുവാങ്ങുകയും ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കച്ചവടവും കൃഷിയും അതുപോലെ തന്നെയുള്ള മറ്റെല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ക്ഷീണം സംഭവിക്കും. മാത്രമല്ല പല നഷ്ടങ്ങളും സംഭവിക്കും. അപ്പോ ധനനഷ്ടവും മാനനഷ്ടവും അതുപോലെ തന്നെ ശരീരനഷ്ടവും ജീവൻ നഷ്ടവും ഒക്കെ ഈ മുഹമ്മദിൽ വിശ്വസിച്ചാൽ വിളിച്ചു വരുത്തും എന്നുള്ളതായിരുന്നു പ്രത്യക്ഷത്തിലുള്ള അതിന്റെ ഫലം. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരനായ നേതാവ് അസ്അദ് ബിൻ സുറാറ എന്ന സഹാബി പറയുകയുണ്ടായി, ജനങ്ങളെ, നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചു കൊള്ളണം. ഈ വ്യക്തിയെ നമ്മൾ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വിഭാഗം ആളുകളുമായിട്ടും സമരത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരിക്കും അതിന്റെ അനന്തരഫലം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജീവനെയും ഒക്കെ ത്യജിച്ചുകൊണ്ട് ഇയാൾക്ക് പിന്തുണ കൊടുക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ അയാളെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ അയാളും അയാളുടെ കാര്യവും ആയിക്കൊള്ളട്ടെ, എന്തോ ആവട്ടെ എന്നുള്ള രൂപത്തിൽ അയാളെ അയാളുടെ പാടിന് വിട്ടേക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മുന്നറിയിപ്പുകൾ നൽകുകയും എന്ത് ഭവിഷ്യത്തുകൾ വന്നാലും ശരി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കാം മദീനയിൽ എന്നുള്ള ഉറപ്പോട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തന്റെ പ്രവർത്തന കേന്ദ്രം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ മുന്നോടിയായി മുസ്ലിം സമൂഹത്തിലെ ആളുകളെ
ക്രമേണയായിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കാൻ തിരുമേനി പ്ലാനിട്ടു. പലരും ഒറ്റയായും കൂട്ടമായിട്ടുമൊക്കെ മദീനയിലേക്ക് ഇങ്ങനെ ഹിജ്റ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി മദീനയിലേക്ക് മാറുന്നുണ്ട് എന്ന് കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടുത്ത നിമിഷത്തിൽ മക്ക വിട്ടു പോവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയും ചെയ്തപ്പോഴാണ് നബിയെ കൊല്ലാൻ അവർ പരിപാടിയിട്ടത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുന്നതിന് വേണ്ടി അവർ ഗൂഢാലോചന നടത്തുകയും ബനൂ ഹാഷിം ഗോത്രക്കാർ, നബിയുടെ ഉറ്റഗോത്രക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഗോത്രക്കാരുമായ ബനൂ ഹാഷിമിനെ ഒഴിച്ചു നിർത്തി മറ്റെല്ലാ ഗോത്രക്കാരുടെയും പ്രതിനിധികൾ ചേർന്ന് നബിയെ കൊല്ലുക. അപ്പൊ അന്നത്തെ ജാഹിലിയ വ്യവസ്ഥ അനുസരിച്ച് പിന്നെ ഈ ബനൂ ഹാഷിം ഗോത്രത്തിന് പകരം വീട്ടാൻ എല്ലാ ഗോത്രങ്ങളോടും സാധിക്കുകയില്ല. അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നതിന് പകരമായിട്ട് അതിനൊരു പ്രതികാരം ചെയ്യാൻ എല്ലാ ഗോത്രങ്ങളോടും സമരം പ്രഖ്യാപിക്കാൻ ബനൂ ഹാഷിമിന് സ്വന്തം സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് അവര് മുഹമ്മദിനെ അഥവാ നമ്മൾ കൊന്നാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി എന്നുള്ള ആ തീരുമാനത്തിലേക്ക് വരേണ്ടി വരും ജാഹിലിയ വ്യവസ്ഥ അനുസരിച്ച്. അങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവര് ഏർപ്പാട് ചെയ്തതും. പക്ഷെ അത്ഭുതകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുമേനിയെ രക്ഷപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൊത്ത് മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തു. മദീനയിൽ ഹിജ്റ പോയതിന് ശേഷം നബി മദീനയിൽ എത്തിയെന്നും മദീനയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുന്ന ഒരു വിഭാഗം അവിടെ ശക്തമാണ് എന്നും അവരിൽ നിന്നുള്ള ഭീഷണികൾ അത് ഉടനടി അവസാനിക്കുകയില്ല എന്നുമുള്ള തോന്നല് ഖുറൈശികൾക്കും അറബി ഗോത്രങ്ങൾക്കുമൊക്കെ കലശലായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതും അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതും ഇവർ നിരന്തരമായ ഒരു അജണ്ടയായി സ്വീകരിക്കുകയും മദീനക്കാരുടെ മനസ്സ് മാറ്റാനും അവരുടെ നിലപാട് മാറ്റാനും പല ഏർപ്പാടുകളും അവർ ചെയ്യുകയും ഉണ്ടായി. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ പോലെയുള്ള അന്നത്തെ പ്രധാനികളായ ആളുകളുമായി ബന്ധപ്പെട്ട് നബി തിരുമേനിക്ക് അവർ കൊടുത്തിരുന്ന സപ്പോർട്ട് പിൻവലിക്കാനും അവരെ മടക്കി അയക്കാനുമുള്ള ചില തന്ത്രങ്ങൾ നടത്തി നോക്കി. പക്ഷെ അത് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ അവരിൽ പ്രമുഖരായ പല ആളുകളും കഅബയിൽ വന്നുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ കഅബ തവാഫും കഅബയിലെ ഹറമിന്റെ സന്ദർശനവുമൊക്കെ എല്ലാ ആളുകൾക്കും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടതാണ് എങ്കിലും മുഹമ്മദിനെ പിന്തുണക്കുന്നവർ എന്നുള്ള രൂപത്തിൽ ഒരു പ്രയാസവും കൂടാതെ ഇവിടെ വന്ന് തവാഫ് ചെയ്ത് മടങ്ങിപ്പോവാനുള്ള ഒരു അനുവാദം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതണ്ട എന്ന സൂചനകൾ ഖുറൈശികളുടെ ഭാഗത്തുനിന്നുണ്ടായി. സഅദ് ബിൻ മുആദ് പോലെയുള്ള അൻസാറുകളുടെ നേതാക്കന്മാര് ഉംറ ചെയ്യുന്നതിനും തവാഫിനും വേണ്ടിയൊക്കെ വന്നപ്പോൾ പരസ്യമായി തന്നെ അബൂജഹലിനെ പോലെയുള്ള ആളുകള് മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മദീനയിൽ നിങ്ങൾ ഒരു നിലപാട് തുടരുമ്പോൾ ഇവിടെ നിർഭയമായി കൊണ്ട് വന്ന് തവാഫ് ചെയ്ത് മടങ്ങാമെന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു. സഅദ് ബിൻ മുആദിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ തന്നെ അതിന്റെ മറുപടി പറഞ്ഞത് ഭീഷണിക്ക് ഭീഷണി എന്നുള്ള രൂപത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ മക്കയിൽ വന്ന് തവാഫ് ചെയ്യുന്നത് തടയുകയും ആ രൂപത്തിൽ പ്രയാസപ്പെടുത്തുകയും ചെയ്താൽ മദീനയുടെ പരിസരത്തു കൂടിയുള്ള നിങ്ങളുടെ യാത്രാ സംഘത്തിന്റെ പോക്കുവരവുകളെ ഞങ്ങളും അത് അവസാനിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഞങ്ങളും തുടങ്ങും. ഈ രൂപത്തിലുള്ള ഭീഷണികൾ സഅദ് ബിൻ മുആദിന്റെ ഭാഗത്ത് നിന്ന് ഖുറൈശികൾക്കും ഉണ്ടായി. അപ്പോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പീഡിതരാണ്, ദുർബലരാണ്, നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടവരാണ്. മർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട് സ്വതന്ത്രമായിക്കൊണ്ട് ദീനിയായി ജീവിക്കാനും ദീനീ പ്രവർത്തനം നടത്താനും വേണ്ടി മദീനയിൽ വന്ന് അഭയം തേടിയതാണ്. ഇവിടെയും വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ പാടിന് അവരെ ഉപേക്ഷിക്കാൻ ഖുറൈശികൾ സന്നദ്ധമല്ല എന്ന സാഹചര്യം വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്കും ചില കരുനീക്കങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധമില്ലാത്തവനായിരുന്നില്ല.
നടക്കുന്ന കാര്യങ്ങളും ഇസ്ലാമിനെതിരായിക്കൊണ്ട് രൂപപ്പെട്ടു വന്ന അന്തരീക്ഷവുമൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. റസൂൽ തിരുമേനി 2 നടപടികൾ സ്വീകരിച്ചു അതിനെ നേരിടാൻ. ഒന്ന്, മദീനയുടെ പരിസര പ്രദേശത്തുകൂടിയുള്ള ഈ യാത്രാ സംഘത്തിന്റെ സഞ്ചാരപാത, ഈ സഞ്ചാരപാതയുടെ തൊട്ടുകിടക്കുന്ന അറബി ഗോത്രങ്ങളുമായിട്ടൊക്കെ ഒരു സഖ്യമോ അല്ലെങ്കിൽ ഒരു അനാക്രമണ സന്ധിയോ ഒക്കെ അതിൽ ഏർപ്പെടാനുള്ള സംരംഭങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ഖുറൈശികളല്ലാത്ത മറ്റു പല അറബി ഗോത്രങ്ങളുമായിട്ട് ആക്രമണം പരസ്പരം നടത്തുകയില്ല എന്നുള്ള രൂപത്തിലുള്ള ചില സന്ധികളിൽ എത്തിച്ചേരുക. അപ്പൊ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ വന്നാലും മറ്റ് ഗോത്രങ്ങൾ അവരോട് ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നതും മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നതും തടയാൻ അത് മുഖേന സാധിക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഹൈന ഗോത്രം, സമുറ ഗോത്രം, ബനൂ മുദ്ലജ് ഗോത്രം പോലെയുള്ള ചില ഗോത്രങ്ങളുമായിട്ടൊക്കെ സന്ധികൾ നടത്തുകയും ചെയ്തു. അത് ഒരു നടപടിയായിരുന്നു. രണ്ടാമതായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽ ഒരു ഭീതി ജനിപ്പിക്കേണ്ടതുണ്ട്. മക്കയിൽ പോയി അവരവരുടെ പാടിന് അവരുടെ ദീനുമായി കഴിഞ്ഞുകൂടട്ടെ എന്ന് വെച്ചാൽ ഖുറൈശികൾക്കൊരു നഷ്ടവുമില്ല. പക്ഷെ അതിനും സമ്മതിക്കാത്ത സാഹചര്യത്തിൽ അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ചില നഷ്ടങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി ഗോത്രങ്ങൾ അവരുടെ കച്ചവട സംഘങ്ങളെ ഈ ഭാഗത്തുകൂടി നിയോഗിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടി ചില ചെറിയ ചെറിയ സംഘങ്ങളെ അയക്കുക പതിവാക്കി. ഈ സംഘങ്ങളെ അയക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു, ഈ പോകുന്ന കൂട്ടത്തിൽ മുഹാജിറുകൾ മാത്രമേ ഉണ്ടാകാവൂ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഭയം തേടിക്കൊണ്ടു പോയ മുഹാജിറുകൾ മാത്രമേ ആ കൂട്ടത്തിൽ ഉണ്ടാകാവൂ. കാരണം അൻസാറുകളെ പോലെയുള്ള ആളുകളെ അതിൽ കൂട്ടി ഈ ആക്രമണത്തിന്റെയും ശത്രുതയുടെയും വലയം വികസിപ്പിക്കാൻ, കൂടുതൽ ആളുകളുമായിട്ട് ശത്രുതയുണ്ടാക്കാനും കൂടുതൽ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്താനുമുള്ള സാഹചര്യം ഇല്ലാതെയാക്കുക. ഇവിടെ നിന്ന് പോയ ആളുകള് അത് അവരും മറ്റുമുള്ളവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ചില പ്രശ്നങ്ങൾ എന്നല്ലാതെ കണ്ട് അത് ഒരു വിപുലമായ തോതിലുള്ള ഒരു ആക്രമണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഖുറൈശികളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു നബിയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഘങ്ങൾ ഖുറൈശികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ കൊല്ലുകയോ ഈ സംഘങ്ങളിലെ ഏതെങ്കിലും ധനം അപഹരിക്കുകയോ അങ്ങനെയുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇങ്ങനെ അവരുടെ ചലനങ്ങളെ നിരീക്ഷിക്കുക, മുസ്ലിം സമൂഹവും മുസ്ലിം സംഘങ്ങളുമൊക്കെ ഇതിന്റെ പരിസരങ്ങളിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുക, ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയ ഒരു കച്ചവട സംഘം, ഒരു 40 ആളുകളോളം വരുന്ന ആളുകളും വലിയ ധാരാളമായ സമ്പത്തുകളുമൊക്കെയുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വിവരം മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കച്ചവട സംഘത്തെയും ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയും ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള ചില നടപടികൾ സ്വീകരിച്ചു. അബൂ സുഫിയാന് പേടിയുണ്ടായിരുന്നു. ഈ കച്ചവട സംഘത്തിൽ 40 ആളുകളെ ഉള്ളൂ എന്നതിനാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും തന്നെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഭയപ്പാട് അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അങ്ങനെ മദീനയുടെ പരിസരത്തെത്തിയപ്പോൾ തന്നെ അബൂ സുഫിയാൻ മക്കയിലേക്ക് ദൂതന്മാരെ അയക്കുകയും മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണ സാധ്യതയുണ്ട്, അതുകൊണ്ട് സഹായവുമായി കൊണ്ടുവരണം എന്ന രീതിയിൽ അവർക്ക് വാർത്ത കൊടുക്കുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഖുറൈശികളുടെ ഭാഗത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായത്. ഹിജ്റ 2-ാം വർഷം റമദാൻ മാസത്തിൽ, ഇന്ന് നമ്മൾ ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റമദാൻ മാസത്തിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യം 1000-ഓളം വരുന്ന ആളുകളുമായി കൊണ്ട് എല്ലാ തരത്തിലുള്ള
സൗകര്യങ്ങളും സന്നാഹങ്ങളുമായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. വലിയ അഹന്തയോടുകൂടിയാണ് അവരുടെ പോക്ക്. ബത്തറൻ വരി ആ അന്നാസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിച്ചത്. അങ്ങേയറ്റത്തെ അഹങ്കാരവും പ്രദർശന മനോഭാവവും, ആളുകളെയൊക്കെ അവരുടെ വലുപ്പവും അതുപോലെ തന്നെ അവരുടെ മഹത്വവുമൊക്കെ ഒന്ന് കാണിച്ച് പ്രദർശിപ്പിച്ച് ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളോട് ഏറ്റുമുട്ടാനും ഞങ്ങളെ വെല്ലുവിളിക്കാനും ആരെങ്കിലും വളർന്നോ, ആ ഗോത്രങ്ങളുടെ ഇടയിൽ ഞങ്ങളുടേതായ ആ മേധാവിത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്താൻ ഇവിടെ ആരുണ്ട് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറാവുകയോ മുസ്ലിമീങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കുമായിരുന്ന മുഴുവൻ ശക്തിയും സംഭരിച്ചുകൊണ്ടോ ആയിരുന്നില്ല മദീനയിൽ നിന്ന് പുറപ്പെട്ടിരുന്നത്. ചെറിയ ഒരു യാത്രാ സംഘത്തെ ഉദ്ദേശിക്കുന്ന നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് 300-ലേറെ, 314 എന്നോ 313 എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അബൂ സുഫിയാനാണ് എങ്കിൽ ഈ കച്ചവട സംഘവുമായി വേറെ ഒരു വഴിയിലൂടെ മക്കയിൽ എത്തിച്ചേരുകയും ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നു, ഇനി നിങ്ങളൊക്കെ മടങ്ങിക്കോളൂ എന്നുള്ള രീതിയിൽ അബൂജഹലിനെ വിവരം അറിയിക്കുകയും ചെയ്തുവെങ്കിലും ഇനി രണ്ടാമതൊന്ന് തീരുമാനിച്ചേ നമുക്ക് അടക്കമുള്ളൂ എന്ന നിലപാടിലാണ് ഖുറൈശികൾ എത്തിച്ചേർന്നത്. ഖുറൈശികളുടെ എല്ലാ പടനായകന്മാരും നേതാക്കന്മാരും അവരുടെ മുഴുവൻ ശക്തിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ യുദ്ധത്തിന് പോവുക എന്നുള്ളതിന് അതിന്റെ കൂടെ തന്നെ പെണ്ണുങ്ങളെയും നർത്തകികളെയും അതുപോലെ തന്നെ ദഫ്മുട്ടുകാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ബഹളവും ആ രൂപത്തിലുള്ള ഒരു ആഘോഷവും ഏതായിരുന്നാലും ഇവരെ ചതക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നിശ്ചയദാർഢ്യവുമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ചു പോരാനുള്ള അബൂ സുഫിയാന്റെ ആഹ്വാനം ഒരിക്കലും അബൂജഹൽ ചെവിക്കൊള്ളുകയുണ്ടായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുറൈശികളുമായിട്ട് ഈ രൂപത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിലും സംഭവം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പിന്മാറുക സാധ്യമല്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം അങ്ങനെ ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാകുമായിരുന്നു. കാരണം ഖുറൈശികളുടെ ഒരു ഏറ്റുമുട്ടൽ അതിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ട് മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ് എങ്കിൽ പിന്നീട് മുസ്ലിം സമൂഹത്തോട് അറബി ഗോത്രങ്ങൾക്കും മറ്റുമൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന ആ മതിപ്പോ ആ ശക്തിയിലുള്ള വിശ്വാസമോ ഒക്കെ ഇല്ലാതെയായി പോകുന്നു. മാത്രമല്ല മദീന പോലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുന്നു. കാരണം അവിടെ വലിയൊരു വിഭാഗം ഇപ്പോഴും തന്നെ അവിശ്വാസികളാണ്. വന്നു മുസ്ലിമീങ്ങളായി എന്ന് കരുതുന്നവരിൽ തന്നെ വലിയൊരു വിഭാഗം കപടവിശ്വാസികളാണ്. അവസരം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയും ഏത് ഭാഗമാണ് പൊന്തുന്നത് എന്ന് നോക്കി നടക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഖുറൈശികളുടെ ഒരു മുന്നേറ്റവും അവരുടെ ഒരു മേൽക്കോയ്മയുമാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും കൽപ്പിച്ച് ഈ സമൂഹത്തെ, ഈ സൈന്യത്തെ നേരിടാൻ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ അനുയായികൾ എത്തരത്തിലുള്ളവരാണ്, എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഇനിയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. റസൂൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് ആളുകൾ ഈ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണ്, സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് ഈ ആദർശത്തെ നിലനിർത്താൻ ആരെല്ലാം ഉണ്ട് എന്നത് ഇതുവരെയുള്ള ഒരു അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. മാത്രമല്ല തന്റെ ശക്തി എത്രത്തോളമുണ്ട്, ആരൊക്കെ തന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കപ്പെടാനും ഈ ഒരു സന്ദർഭം സഹായകമാകുന്നതാണ്. തന്നെയുമല്ല ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കാലുറപ്പിച്ചുകൊണ്ട് മദീനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനി ഈ ദീനിന്റെ
പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു സമൂഹത്തെ അവിടെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇസ്ലാം ഇപ്പോഴും തന്നെ അതിന്റെ പ്രാരംഭ ദശയിൽ മാത്രമാണ്. സാമൂഹികമായ നിയമങ്ങൾ, സാമ്പത്തികമായ നിയമങ്ങൾ, ഈ ഇസ്ലാമിന്റെ ഒരുപാട് സാമൂഹിക വിധിയും വിലക്കുകളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇനിയും ലഭിക്കേണ്ടതും അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ടതുമുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സമൂഹമാണ് ഇത് എന്ന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഈ സമൂഹത്തെ കയ്യിലെടുത്തുകൊണ്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകാമെന്നും ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു അവസരം എന്നുള്ള രൂപത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളും ഒത്തുകൊണ്ട് ഈ ശത്രു സൈന്യത്തെ നേരിടാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വ അൻതും അദില്ല, നിങ്ങൾ വളരെ വളരെ നിസ്സാരന്മാരായിരുന്നു. ആ നിസ്സാരന്മാരായ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ഇത് തഖൂലു ലിൽ മുഅ്മിനീൻ അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുക്കും ബിസലാസത്തി ആലാഫിൻ മിനൽ മലായികത്തി മുൻസിലീൻ. സത്യവിശ്വാസികളെ സമാശ്വസിപ്പിക്കുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ 5000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവും നിങ്ങളുടേതായ മുഴുവൻ എന്തെല്ലാം സന്നാഹങ്ങളുമുണ്ട് അതൊക്കെ നിങ്ങൾ സമർപ്പിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിർവഹിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങൾ കയ്യും കെട്ടിയിരിക്കുക, പിന്നെ അല്ലാഹു വന്നുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരിക, അങ്ങനെയുള്ള ഒരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് നൽകുന്നു. സത്യവിശ്വാസികൾ ആവേശഭരിതരായിക്കൊണ്ട് ഈ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി എന്റെ ജീവൻ അർപ്പിക്കണം എന്നുള്ള ആ ഒരു വികാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ 15ഉം 14ഉം വയസ്സായ ആളുകൾ, കുട്ടികൾ, അവർ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് സമ്മതം ചോദിക്കുന്നു. പ്രായം എത്താത്തത് കൊണ്ട് പലരെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി നിർത്തുന്നു. ഈ രൂപത്തിലുള്ള ഒരു സമരാവേശം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളവും അൻസാറുകളെ സംബന്ധിച്ചിടത്തോളവും ഇത് വമ്പിച്ച ഒരു പരീക്ഷണമാണ്. കാരണം മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവര് സമരം ചെയ്യുന്നത് ആരോടാണ്? അവരുടെ വാപ്പ അല്ലെങ്കിൽ അവരുടെ എളാപ്പ, അവരുടെ സഹോദരൻ, അവരുടെ ഉറ്റ ബന്ധുക്കൾ, ഇങ്ങനെയുള്ള രക്തബന്ധുക്കളുമായിട്ടാണ് ഇവർക്ക് നേരിടേണ്ടത്. അവരുടെ തലയാണ് വെട്ടേണ്ടത്. ഈ രൂപത്തിലുള്ള ഒരു പരീക്ഷണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിന്റെ ഒരു കടുത്ത പരീക്ഷണം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കുറെ ആളുകളും അതുപോലെ തന്നെ കപടവിശ്വാസികളും ഒക്കെ മദീനയിൽ തന്നെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് വെറുതെ ഈ വയ്യാവേലികൾ വരുത്തിയത്? ഇപ്പൊ കണ്ടില്ലേ, ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനൊന്നും പോണ്ടാന്ന്. ഇപ്പൊ ഈ മുഹമ്മദിനെയും കൂട്ടരെയും ഇങ്ങോട്ട് കെട്ടിവലിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മനോവീര്യം കെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. എല്ലാ അറബി ഗോത്രങ്ങളുമായിട്ട് ശത്രുതയിലും അവരുമായിട്ടുള്ള എതിർപ്പിലും അവർ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ വമ്പിച്ച രൂപത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു ബദർ എന്ന് പറയുന്നത്. അതാണ് ബദർ എന്ന് പറയുന്ന ആ സംഭവത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത്രയും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കാൻ കാരണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾ, അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ ആത്മാർത്ഥതയും തെളിയിച്ച ആളുകൾ ഉണ്ടല്ലോ, ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇനി നിങ്ങൾ എന്തും ചെയ്തോളൂ, എന്ത് ചെയ്താലും നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയില്ല, കാരണം അത്രയും ഏറെയുള്ള ഒരു ത്യാഗമാണ് നിങ്ങൾ ബദറിന്റെ പേരിൽ സഹിച്ചിട്ടുള്ളത് എന്ന് ബദറിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള വമ്പിച്ച അന്തരമാണ് ശക്തിയിലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സന്നാഹങ്ങളിലും ഉള്ളത്. പക്ഷെ എങ്കിലും 1-2-3 മണിക്കൂറുകൾക്കുള്ളിൽ സമരം അവസാനിക്കുകയും
70ഓളം വരുന്ന ഖുറൈശികളുടെ നേതാക്കൾ മുഴുവൻ തന്നെ കൊല ചെയ്യപ്പെടുകയും പല ആളുകളെയും ബന്ദികളായി പിടിക്കുകയും 70ഓളം ആളുകളെ ബന്ദികളായി പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദയനീയമായ പരാജയം. ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, അതുപോലെ അബൂജഹൽ പോലെയുള്ള അവരുടെ ഘടാഘടികന്മാരായിരുന്ന മുഴുവൻ ആളുകളും തന്നെ രണാങ്കണത്തിൽ മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രായേണ അപ്രസക്തരും ചെറുപ്പക്കാരുമായ കുട്ടികളാണ്, പലപ്പോഴും യുവാക്കളാണ് ഇത്തരത്തിലുള്ള ധീരമായ സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെട്ട് ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ വികാരം അള്ളാഹുവിന്റെ ദീനിനെ ഈ ഭൂമിയിൽ നിലനിർത്തണം, അള്ളാഹുവിന്റെ ദീനിനെതിരായിക്കൊണ്ട് അണിനിരന്ന ഈ ശത്രു സൈന്യത്തെ നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ബദറിന്റെ ഈ വിജയം, സത്യവിശ്വാസികളുടെ ഭാഗത്തുനിന്ന് 14 ആളുകൾ മാത്രമാണ് ഷഹീദായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ അന്തരത്തോടുകൂടി ഈ വമ്പിച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ച ഒരിക്കലും തന്നെ ഭൗതികമായ ശക്തി കൊണ്ടല്ല. അള്ളാഹുവിന്റെ ദീനിനെ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി അതിന്റെ അനുയായികൾ രംഗത്ത് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്തുണയും സഹായവും അവർക്ക് ലഭിക്കുന്നു. എന്ത് അവർ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് നേടാൻ സാധ്യമല്ല, ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ബദറിന്റെ ഈ സംഭവവും ഈ ചരിത്രവുമൊക്കെ എക്കാലത്തുമുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണപാഠമാണ്. ആ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, ആ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായ ഒരു വിഭാഗമുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെയുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധരായാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാലടിപ്പാടുകളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. ഈ മഹത്തായ സംഭവവും ചരിത്രവുമാണ് ഈ റമളാൻ 17-നോടനുബന്ധിച്ച് ഓരോ സത്യവിശ്വാസിയും അനുസ്മരിക്കുന്നത്. അത് ഈ ദീനിനോടുള്ള പ്രതിബദ്ധതയും അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യവും ആ മാർഗത്തിൽ ത്യാഗങ്ങൾ വരിക്കാനുള്ള സന്നദ്ധതയും നമ്മിൽ വളർത്തി എടുക്കുകയാണ് വേണ്ടത്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന സജ്ജനങ്ങളായി തീരുവാനും അവന്റെ മഹത്തായ പ്രതിഫലവും പുണ്യവും നേടിയെടുക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.